ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. പൂയം നക്ഷത്രത്തിൽ ജാതകരായവരുടെ പൊതുവായ ചില പ്രത്യേകതകളും 2024 ജൂലൈ മുതൽ 2024 ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത്. പൂയം നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയും ദേവഗണവും ഭൂതം ജലവും പുരുഷയോനിയും നക്ഷത്രമൃഗം ആടും നക്ഷത്രപക്ഷി ചെമ്പോത്തും നക്ഷത്രവൃക്ഷം അരയാലുമാകുന്നു. നക്ഷത്രാധിപൻ ശനിയുമാണ്. പക്ഷിമൃഗാദികളെയും വൃക്ഷങ്ങളെയും നശിപ്പിക്കാതെ വളർത്തുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യത്തിനും സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ്. നക്ഷത്രങ്ങളിൽ വെച്ച് പൂയം നക്ഷത്രമാണ് ശ്രേഷ്ഠം. ഇതിനെ നക്ഷത്രരാജൻ എന്നും വിളിക്കുന്നു. പൂയം നക്ഷത്രത്തിൽ ജാതരായവർ അഭിമാനികളും ദീർഘായുസ്സുള്ളവരും കയ്യിലും കാലിലും മറുകുള്ളവരുമായിരിക്കും. പെരുമാറാൻ സമർത്ഥരും മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരും സ്വർണ്ണാഭരണങ്ങളിൽ പ്രിയമുള്ളവരും സാധുക്കളും നല്ല നയനങ്ങളുള്ളവരും ശത്രുക്കളെ ജയിക്കുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ പ്രയത്നശീലരും ഭോഗപ്രിയരുമായിരിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെയും ശനിയുടെയും കർക്കിടക രാശിയുടെയും സ്വഭാവവിശേഷതകൾ ഉള്ളതുകൊണ്ടാകാം പൂയം നക്ഷത്രക്കാർക്ക് മാതാവിനോടും ഗ്രഹത്തിനോടും വാഹനത്തിനോടും തൻ്റെ വസ്തുവകകളോടും വലിയ മമതയായിരിക്കും. എന്തെന്നാൽ പൂയം നക്ഷത്രം നിൽക്കുന്ന 4-ാം രാശി മാതാവിനെയും ഗ്രഹത്തിനെയും വാഹനത്തിനെയും മനസ്സുഖത്തിനെയും സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. ഇവർ പൊതുവെ ചഞ്ചല സ്വഭാവക്കാരായിരിക്കും. എന്തെന്നാൽ രാശിയധിപനായ ചന്ദ്രൻ്റെയും ജലരാശിയായ കർക്കിടകത്തിൻ്റെയും പ്രത്യേകത കൊണ്ടാണ്. ഇവർക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരിക്കുന്നതിനേക്കാൾ പ്രിയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. ഏത് തടസ്സത്തിനെയും വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ കഴിയും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലം പോലെ തടസ്സങ്ങളെ തട്ടിമാറ്റി ലക്ഷ്യത്തിൽ തന്നെ ഇവർ എത്തിച്ചേരും. ബുദ്ധിമുട്ടുകളെ ഇവർ സമർത്ഥമായി തരണം ചെയ്യും. സ്നേഹിതന്മാർക്ക് നന്മ ചെയ്യുക ഇവരുടെ സ്വഭാവമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഇവർ വളരെ ഒതുങ്ങിക്കഴിയുന്നവരാണെങ്കിലും അസഹിഷ്ണുതയും തന്നിഷ്ടവും കാണിക്കും. യഥാർത്ഥ കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഇവർ ഓരോന്നിലും പ്രവേശിച്ച് കൂടെ പരാജയം കൈവരിക്കും. എങ്കിലും പരാജയത്തിൽ നിരാശപ്പെടില്ല. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇവർ എന്തും സഹിക്കും. അസാധാരണമായ കർമ്മകുശലതയും വാചാലതയും ഉള്ളവരായിരിക്കും. പ്രസന്നരും സന്തുഷ്ടരുമായിരിക്കും. എന്നാലും ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് കോപിക്കും. പൂയം നാളുകാരിൽ ഭൂരിപക്ഷം പേർക്കും ഉന്നത വിദ്യാഭ്യാസം കുറവായിരുന്നാൽ കൂടി വിദ്യാഭ്യാസത്തിനേക്കാൾ അറിവും യഥോചിതം പ്രവർത്തിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. അതായത് വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ അറിവും ലോകപരിചയവും അന്യന്മാരുടെ മനസ്സറിയാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവർക്കുണ്ടായിരിക്കും. ഇവരുടെ ബാല്യം ക്ലേശം നിറഞ്ഞതായിരിക്കും. 18 വയസ്സിനും 32 വയസ്സിനും ഇടയ്ക്ക് സുഖദുഃഖങ്ങൾ സമ്മിശ്രിതമായ ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. എന്നാൽ 32 വയസ്സിനു ശേഷം സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. മിക്കവാറും ജനിച്ച കുടുംബത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു ജീവിക്കുന്നവരായിരിക്കും. പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ അത്ര തന്നെ കാര്യമായി ഇവർക്ക് അനുഭവപ്പെട്ടെന്ന് വരില്ല. ഇവരുടെ ദാമ്പത്യം ആഗ്രഹിച്ചതുപോലെ വരില്ല. സങ്കല്പ യഥാർത്ഥങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടാവും. പാപഗ്രഹങ്ങളായ ചൊവ്വയും ശനിയും നിർണായക റോൾ വഹിക്കുന്നതിനാൽ ജീവിത പങ്കാളിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും പരുക്കത്തരവും കാരണം പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യം സമ്മിശ്ര ഫലം നിറഞ്ഞതായിരിക്കും. പൂയം നാളുകാർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ കാലതാമസമോ മറ്റോ ശാരീരിക തടസ്സങ്ങളോ അനുഭവപ്പെട്ടേക്കാം. കഫജന്യ രോഗങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശനിയുടെ സ്വാധീനം മൂലം വാതജന്യമായ രോഗങ്ങളും അനുഭവപ്പെട്ടേക്കാം. രോഗപ്രതിരോധ ശക്തി ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. 10-ാം ഭാവനാഥൻ ചൊവ്വയായതിനാൽ രാഷ്ട്രീയം, പോലീസ്, പട്ടാളം, കെമിക്കൽ, ഔഷധരംഗം, ജലവകുപ്പ് എന്നിവയിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. പൂയം നക്ഷത്രം സ്ത്രീരാശിയായതുകൊണ്ട് സ്ത്രീ സ്വഭാവം മുന്നിട്ട് നിൽക്കും. ശരീരപ്രകൃതവും സ്ത്രീത്വവും കൂടുതൽ ഉള്ളതായിരിക്കും. മധ്യപ്രായം കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരം പോലെ തന്നെ വളരെ തടിക്കും. ഇവരുടെ ദഹനശക്തി ദുർബലമായിരിക്കും. പൂയം നക്ഷത്രത്തിൻ്റെ രാശിയായ കർക്കിടകം മനകാരകനായ ചന്ദ്രൻ്റെ രാശിയാണ്. ആ രാശിയുടെ 5-ാം രാശിയായ വൃശ്ചികം ചന്ദ്രന് നീചരാശിയാണ്. മാത്രമല്ല ചന്ദ്രൻ്റെ നീചരാശിയുടെ അധിപനായ ചൊവ്വയ്ക്ക് ചന്ദ്രരാശിയായ കർക്കിടകത്തിൽ നീചവുമാണ്.
അതുകൊണ്ട് പൂയം നക്ഷത്രക്കാരുടെ മനസ്സ് ചഞ്ചലവും ദൗർബല്യവുമായിരിക്കും. മറ്റൊരു പ്രത്യേകതയുള്ളത് കർക്കിടകത്തിൽ ഉച്ചനായ വ്യാഴം പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപനാണ്. ശനി അഷ്ടമാധിപനും. അതുകൊണ്ട് ഭാഗ്യവും ആയുസ്സും പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. എന്നിരുന്നാലും പല എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് ഇവർക്ക് ലക്ഷ്യത്തിൽ ഓരോ കാര്യത്തിലും എത്താൻ കഴിയൂ. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ശരീര അഴകുള്ളവരും നല്ല കർമ്മങ്ങൾ ചെയ്ത് കീർത്തി നേടുന്നവരും സൽസന്താനങ്ങളുള്ളവരും സാധുവും ബന്ധുക്കളിൽ പ്രധാനിയുമായിരിക്കും. എങ്കിലും സ്വൈരം കെടുത്തുന്ന പലതും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാം. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം പുലർത്താൻ വളരെ സഹിക്കേണ്ടി വരും. ഇവരുടെ ഭർത്താക്കന്മാർ ഭാര്യമാരിൽ ദുശ്ശങ്ക് വെച്ച് പുലർത്തുന്നതുകൊണ്ട് തുടർച്ചയായ കുടുംബകലഹമോ അല്ലെങ്കിൽ അകന്നു കഴിയാനുള്ള ഇടയോ വന്നേക്കാം. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രതികൂല നക്ഷത്രങ്ങളായ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നീ നക്ഷത്രക്കാരുമായി യാതൊരുവിധ സംരംഭങ്ങളിലും ഏർപ്പെടരുത്. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യരുത്. കുടുംബ പരദേവതയും ഇഷ്ടദേവതയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഈശ്വരവിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുക. ഇനി ഈ 2024 ജൂലൈ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജൂലൈ മാസം പൊതുവെ ഗുണാധിക്യം കൂടുതലുള്ള സമയമാണ്. സാമ്പത്തിക ഭദ്രതയും ഐശ്വര്യവും ഉന്നതിയും കാണുന്നു. വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. വിവാഹകാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ ഈ മാസാന്ത്യം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുള്ളത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 2024 ആഗസ്റ്റ് മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ മനക്ലേശത്തിന് ഇടവരുത്തും. അശ്രദ്ധ കൊണ്ട് അപകീർത്തി ഉണ്ടായേക്കാം. കമിതാക്കൾക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുക വഴി വഴക്കുകളും അകൽച്ചയും സാധ്യത കാണുന്നു. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ സ്വസ്ഥത ലഭിച്ചേക്കും. 2024 സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്ന ദോഷഫലങ്ങൾ മാറി സമാധാനം കൈവരുവാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക ഭദ്രതയും അഭിവൃദ്ധിയും കൈവരും. സർക്കാർ നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്കും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. 2024 ഒക്ടോബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യപരമായി ഒരു നല്ല സമയമായിരിക്കും. കുടുംബ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും കൈവരും. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്കും ഉന്നത വിജയസാധ്യത കാണുന്നു. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ്. 2024 നവംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഗ്രഹാന്തരീക്ഷം പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെടുത്തും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. വാഹനങ്ങളും അതുപോലുള്ള മെഷീനുകളും പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ചെറുകിട ബിസിനസ്സുകാരുടെ അശ്രദ്ധ കൊണ്ട് ധനനഷ്ടമുണ്ടായേക്കാം. സർക്കാർ നടപടികൾക്കും സാധ്യതയുണ്ടാകും. എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതി പിന്നിട്ട് കഴിയുമ്പോൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്ക് സമാധാനം കൈവരും. 2024 ഡിസംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറി ഗുണാനുഭവങ്ങൾ വന്നുചേരും. സാമ്പത്തികമായി ഉയർച്ച കൈവരും. തൊഴിൽ രംഗത്ത് ഉയർച്ചയോ അംഗീകാരമോ ലഭിക്കും. ഗ്രഹനിർമ്മാണത്തിന് ആരംഭം കുറിക്കാനോ അല്ലെങ്കിൽ ആരംഭിച്ച ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാനോ കഴിയും. സന്താനങ്ങൾക്ക് അവർ ആഗ്രഹിച്ചിരുന്ന വിഷയത്തിൽ പഠനത്തിന് അനുമതിയോ ജോലിയോ ലഭിക്കും. വിവാഹത്തിന് യോഗം കാണുന്നു. മേൽപ്പറഞ്ഞ പൊതുവായ ഫലങ്ങൾ നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷ ഫലങ്ങളില്ലെങ്കിൽ 100% അനുഭവയോഗ്യമാകും. ഗ്രഹചാരവശാലുള്ള ഫലങ്ങൾ 90% അനുഭവപ്പെട്ടേക്കാം. എന്തെന്നാൽ ഓരോരുത്തരുടെയും ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള വ്യത്യാസമനുസരിച്ച് ഫലത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായേക്കാമെന്ന് ചുരുക്കം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം മഹാദേവേ നമഃ.